എന്തു പറ്റി? എന്താ സങ്കടത്തിലിരിക്കുന്നേ? എനിക്ക് അഡ്മിഷൻ കിട്ടി IIT-ല്. ഹാപ്പി ആയിട്ടുള്ള കാര്യമല്ല, അതെന്താ സങ്കടത്തിൽ പറയുന്നേ? ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്, ബട്ട് ഫീ ആണ് പ്രോബ്ലം. അതിനല്ലേ സർക്കാർ സഹായിക്കുമ്പോ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? 10 ലക്ഷം വരെ ലോൺ എടുക്കാൻ പറ്റും. വിദ്യാലക്ഷ്മി പോർട്ടൽ എന്ന് പറഞ്ഞൊരു ആപ്പ് വഴി നമുക്ക് 10 ലക്ഷത്തിന് മുകളിൽ വരെ ലോൺ കിട്ടും. ഇൻട്രസ്റ്റ് വേണ്ട, പഠിക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് കൊടുക്കണ്ട, പിന്നെ കൊളാട്രൽ നൽകണ്ട, 10 ലക്ഷത്തിന് മുകളിൽ ലോണും കിട്ടും. ഇതൊക്കെ ഉള്ളപ്പോ എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്ത് അഡ്മിഷൻ എടുക്കാൻ നോക്ക്. ഇത് എല്ലാവർക്കും കിട്ടുന്നതാണോ? അപ്പൊ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണ്ടേ? അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് നല്ല മാർക്കോടെ വിജയിച്ച് ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തണമെന്നാണ് ഓരോ വിദ്യാർത്ഥിയും ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ പഠനത്തിന് പണം ഒരു തടസ്സമായി മാറിയോ? എന്നാൽ നിങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനേ പോകുന്നില്ല. 10 ലക്ഷത്തിന് മുകളിൽ രൂപ വരെ നിങ്ങൾക്ക് ലോണായി ലഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ലോൺ എടുത്താലും അതിന്റെ പലിശ നൽകാനും കൊളാട്രൽ നൽകാനും എന്റെ കയ്യിൽ ഒന്നുമില്ലെന്നായിരിക്കും. വിദ്യാർത്ഥികൾക്കായി സർക്കാർ തന്നെ നൽകുന്ന ഒരു ലോണാണ്. ഈ ലോണിലൂടെ നിങ്ങൾക്ക് 10 ലക്ഷത്തിന് മുകളിൽ നേടാനും സാധിക്കും. പലിശ നൽകേണ്ട ആവശ്യമില്ല, കൊളാട്രലും നൽകേണ്ട ആവശ്യമില്ല. ഇത് എങ്ങനെയാണെന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. ആർക്കൊക്കെയാണ് ലഭിക്കുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്നിവയെല്ലാം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുപോലുള്ള നിരവധി വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഇനി എങ്ങനെയാണ് വിദ്യാലക്ഷ്മി പോർട്ടലിലൂടെ ലോൺ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു ലോണിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആരാണോ ഈ ഒരു ലോണിനായി അപേക്ഷിക്കുന്നത് അവരുടെ ഫോട്ടോഗ്രാഫ്സ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, ഗാർഡിയൻ പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ്, ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകുന്നതിനായി നമ്മൾ മുൻകൂട്ടി കരുതി വെക്കേണ്ടത്. നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് അപേക്ഷിക്കുന്ന വ്യക്തി ബാങ്കുമായി കോൺടാക്ട് ചെയ്യേണ്ടതാണ്. കാരണം 2 തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ജൻസമൃദ്ധ്, രണ്ടാമത്തേത് വിദ്യാലക്ഷ്മി പോർട്ടൽ. ബാങ്കുമായി ബന്ധപ്പെട്ട് ഏത് പോർട്ടലിലാണ് അപേക്ഷിക്കേണ്ടതെന്നുള്ള കൃത്യമായ വിവരം അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് ഓൺലൈനായി വിദ്യാലക്ഷ്മി പോർട്ടലിലൂടെ ലോണിന് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഗൂഗിളിന്റെ ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്ത് അതിൽ വിദ്യാലക്ഷ്മി പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്യുക. ഓപ്പൺ ആയി വരുന്ന പേജിൽ നിങ്ങൾക്ക് ഏറ്റവും മുകൾ ഭാഗത്ത് രജിസ്റ്റർ എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ രജിസ്ട്രേഷൻ എന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹോം പേജ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പിന്നെ നിങ്ങൾ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന മെയിൽ ID കറക്റ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. കാരണം ആ ഒരു മെയിൽ IDയിൽ വരുന്ന ആക്ടിവേഷൻ ലിങ്കിലൂടെയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുന്നത്. നിങ്ങൾ നൽകിയ വിവരങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ക്യാപ്ച കോഡ് എല്ലാം കറക്റ്റായി നൽകിയതിനു ശേഷം നിങ്ങൾക്ക് കൺഫർമേഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അവിടെ കൺഫേം ചെയ്തതിനു ശേഷം താഴെ നമുക്ക് അതിന്റെ ഒരു ലോണിന്റെ ഡീറ്റെയിൽസ് എല്ലാം നൽകിയിട്ടുണ്ടാവും. അതിന് താഴെ നമുക്ക് കൺഫർമേഷൻ നൽകാവുന്നതാണ്. അതിനുശേഷം നമ്മൾ മെയിൽ ഓപ്പൺ ആക്കുമ്പോൾ നമ്മളുടെ മെയിലിൽ വിദ്യാലക്ഷ്മി പോർട്ടലിൽ നിന്ന് ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. അതിലൊരു ലിങ്കും ഉണ്ടാവും. അത് നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു പേജിൽ വരും. അവിടെ നമുക്ക് നമ്മൾ എന്ത് മെയിൽ ID കൊടുത്താണോ ഓപ്പൺ ആക്കിയത് ആ ഒരു മെയിൽ IDയും ആ ഒരു പാസ്വേഡും നൽകി നമുക്ക് ഈ ഒരു പേജ് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ലോഗിൻ എന്നുള്ള ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റുഡന്റ് ലോഗിൻ എന്ന ഭാഗവും ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ആക്ടിവേഷൻ ലിങ്കിൽ വന്നിട്ടുള്ള ആ ഒരു മെയിൽ ID കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകുക. അപ്പോൾ നമുക്കൊരു പേജ് ഓപ്പൺ ആയി വരുന്നത് കാണാൻ സാധിക്കും. അവിടുത്തെ ഏറ്റവും മുകളിൽ നമുക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അപ്ലോഡ് യുവർ ഫോട്ടോസ്. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലോൺ ആപ്ലിക്കേഷൻ എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് കുറെ ഇൻസ്ട്രക്ഷൻ ഒക്കെ നൽകിയിട്ടുണ്ടാവും. അതൊക്കെ വായിച്ചതിന് ശേഷം നെക്സ്റ്റ് എന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്നത് ബേസിക് ഇൻഫോർമേഷൻസ് ആണ്. അവിടെ ചോദിച്ചിരിക്കുന്നത് ആർ യു പർസ്യൂയിങ് ഹയർ സ്റ്റഡീസ് ഇൻ ഇന്ത്യ? നിങ്ങൾ ഇന്ത്യക്ക് അകത്ത് തന്നെയാണോ പഠിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ത്യക്ക് ഉള്ളിലാണ് പഠിച്ചതെങ്കിൽ അവിടെ S എന്ന് നൽകുക. അതിനുശേഷം ചോദിച്ചിരിക്കുന്നത് പാരന്റ്സിന്റെ ഇൻകം 4.5 ലക്ഷത്തിനുള്ളിലാണോ എന്നാണ്. 4 ലക്ഷത്തിനുള്ളിലാണ് എങ്കിൽ നിങ്ങൾക്ക് അവിടെയും S എന്ന് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം എത്രയാണോ നിങ്ങളുടെ പാരന്റ്സ് ഇൻകം അത് കൃത്യമായി അവിടെ നൽകുകയും വേണം. അതിനുശേഷം അപേക്ഷകൻ പഠിക്കുന്നത് പ്രൊഫഷണൽ കോഴ്സിന് വേണ്ടിയാണെങ്കിൽ അവിടെ S എന്ന് നൽകുക. അതിനുശേഷം നമ്മൾ അവിടെ ക്ലിക്ക് ഹിയർ എന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഒരു പേജിലേക്കാണ് കടന്നു വരുന്നത്. അവിടെ പഠിക്കുന്ന ഡീറ്റെയിൽസ് ആണ് സ്റ്റേറ്റ് നെയിം. അപേക്ഷകൻ ഏത് സ്റ്റേറ്റിൽ നിന്നാണോ വരുന്നത് അത് അവിടെ നൽകുക. അതുപോലെ തന്നെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ
നിന്നാണോ പഠിച്ചത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നെയിം നൽകുക. അതുപോലെ തന്നെ കോഴ്സ് നെയിമും നൽകുക. ഒരു പക്ഷേ നിങ്ങളുടേത് പ്രൊഫഷണൽ കോഴ്സ് അല്ല എങ്കിൽ അവിടെ നോ എന്ന് നൽകിയതിനു ശേഷം അവിടെ ഏറ്റവും താഴെയായിട്ടുള്ള സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂഷൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്കൊരു പുതിയ പേജ് തുറന്നു വരുന്നു. അവിടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആണ് നൽകേണ്ടത്. അവിടെ എന്തൊക്കെയാണ് നൽകേണ്ടതെന്ന് നമുക്ക് നോക്കാം. എസ്പെഷ്യലി സ്റ്റാർ മാർക്ക് ഇട്ടിട്ടുള്ള എല്ലാ കോളവും കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഫിൽ ചെയ്യേണ്ടത് സ്റ്റുഡന്റിന്റെയും അതുപോലെ തന്നെ രക്ഷിതാവിന്റെയും വിവരങ്ങൾ വളരെ കൃത്യമായി ഇവിടെ നൽകാൻ ശ്രദ്ധിക്കുക. പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഫാദർ നെയിം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത, വരുമാനം, തൊഴിൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സൈറ്റിൽ ഫിൽ ചെയ്യേണ്ടതുണ്ട്. അതുമാത്രമല്ല ആനുവൽ ഇൻകം ഡീറ്റെയിൽസും നൽകേണ്ടതാണ്. സ്റ്റുഡന്റിന്റെയും രക്ഷിതാവിന്റെയും പാൻ നമ്പർ കൃത്യമായി കൊടുക്കാനും ശ്രദ്ധിക്കുക. സ്റ്റുഡന്റിന്റെയും രക്ഷിതാവിന്റെയും സ്റ്റേറ്റ്, അതുപോലെ തന്നെ അഡ്രസ് എന്നിവയെല്ലാം കറക്റ്റായി നൽകാൻ ശ്രദ്ധിക്കുക. പേജിന് താഴെയുള്ള കോൺടാക്ട് നമ്പർ എന്നുള്ള ഭാഗത്ത് ആപ്ലിക്കന്റിന്റെയും അതുപോലെ തന്നെ രക്ഷിതാവിന്റെയും കോൺടാക്ട് നമ്പറും വളരെ കൃത്യമായി നൽകാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID നൽകിയതിനു ശേഷം നമുക്ക് സേവ് എന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് എന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാവുന്നതാണ്. പേജിലെ വിവരങ്ങൾ കംപ്ലീറ്റ് ആയി അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ്ലി ചെയ്തിരിക്കുന്ന പേജിൽ ടിക്ക് മാർക്ക് ഗ്രീൻ കളറിൽ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത് തുറന്നു വരുന്ന സെക്ഷൻ ബാങ്ക് ഡീറ്റെയിൽസ് നൽകാനുള്ള സെക്ഷൻ ആണ്. ആ ഒരു പേജിൽ നമുക്ക് കാണാൻ സാധിക്കും ക്ലിക്ക് ഹിയർ ഫോർ IFSC കോഡ്. നെക്സ്റ്റ് വരുന്ന ഭാഗത്ത് ബാങ്കിന്റെ നെയിം, അതുപോലെ തന്നെ IFSC കോഡ്, ബ്രാഞ്ച് നെയിം, സിറ്റി എന്നിവയെല്ലാം കൃത്യമായി നൽകുക. അതിനുശേഷം സെലക്ട് എന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയും ആ ഒരു സൈറ്റിന്റെ മുകളിൽ തന്നെ സബ്മിറ്റ് എന്നൊരു ഭാഗത്ത് സബ്മിറ്റ് ആവുകയും ചെയ്യുന്നു. ഡിഫോൾട്ട് ആയിട്ട് ബാങ്കിന്റെ പേരും ബ്രാഞ്ചിന്റെ നെയിമും അതുപോലെ തന്നെ IFSC കോഡും വന്നിട്ടുണ്ടായിരിക്കും. അത് മാത്രമല്ല അക്കൗണ്ട് ടൈപ്പ് എന്താണ്, സേവിംഗ് അക്കൗണ്ട് ആണോ അതോ കറണ്ട് അക്കൗണ്ട് ആണോ എന്നതും നിങ്ങൾ ഇവിടെ കൃത്യമായി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് റിലേറ്റഡ് ടു ചെയർമാൻ, ഡയറക്ടർ, എംപ്ലോയി എന്നൊരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് നോ എന്ന് നൽകാവുന്നതാണ്. അതിനുശേഷം സേവ് എന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയും അതിനുശേഷം നെക്സ്റ്റ് എന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയും നമ്മൾ മറ്റൊരു പേജിൽ എത്തുകയും ചെയ്യുന്നു. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്ന പേജ് കോഴ്സ് ഇൻഫോർമേഷൻ ആണ് നൽകേണ്ടത്. നിങ്ങൾക്ക് മെറിറ്റ് സീറ്റിലാണോ അതോ മാനേജ്മെന്റ് കോട്ടയിലാണോ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് എന്നാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതിലാണോ അഡ്മിഷൻ ലഭിച്ചത് അത് ക്ലിക്ക് ചെയ്യുക. മെറിറ്റ് കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ചവർക്കാണ് ഈ ഒരു ലോൺ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതൽ. അടുത്തതായി ചോദിച്ചിരിക്കുന്നത് ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ് ആണ്. എത്ര വർഷമാണ് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത് അതും അവിടെ കൃത്യമായി നൽകുക. അതിനുശേഷം നിങ്ങളുടെ കോഴ്സ് ഡീറ്റെയിൽസ് കറക്റ്റായി നൽകുക. അതിനുശേഷം നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ പഠിച്ചത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരും നിങ്ങൾ നൽകേണ്ടതുണ്ട്. ഇതിനായി ക്ലിക്ക് ഹിയർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. ഇതിനായിട്ട് അപേക്ഷകൻ പഠിക്കുന്ന കൺട്രി ഏതാണെന്നൊന്ന് സെലക്ട് ചെയ്ത് നൽകുക. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് നൽകുക. കേരളത്തിന് പുറത്താണെങ്കിൽ കേരളത്തിന് പുറത്ത് ഏത് സ്റ്റേറ്റ് ആണെന്നുള്ളത് കൃത്യമായി നൽകുക. നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഓപ്ഷനിൽ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര് കൃത്യമായിട്ട് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് നെയിമും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നെയിമും പഠിക്കുന്ന കോഴ്സിന്റെ നെയിമും കൃത്യമായി ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ ഈ ഒരു വിവരങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് എന്നുള്ള ഓപ്ഷനിൽ കോഴ്സ് ആരംഭിച്ച ഡേറ്റും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ എന്നുള്ള ഓപ്ഷനിൽ കോഴ്സ് ഏകദേശം തീരുന്ന ഡേറ്റുമാണ് നൽകേണ്ടത്. ശേഷം സേവ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അടുത്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് കോഴ്സ് ഓഫ് ഫിനാൻസ് ഡീറ്റെയിൽസ് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഫീ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. 3 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ എന്നിങ്ങനെ ഓരോ വർഷത്തിനും ആവശ്യമായ ആ ഒരു കോഴ്സ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ ഒരു ഫീസ് ഡീറ്റെയിൽസ് കൃത്യമായി നൽകാവുന്നതാണ്. 5 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ ഇത്തരത്തിൽ 5 വർഷത്തെയും ഓരോ വർഷത്തെ ട്യൂഷൻ ഫീ നമുക്ക് സെപ്പറേറ്റ് നൽകേണ്ടതുണ്ട്. നമ്മൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് എത്രയാണോ അത്രയുമായിരിക്കണം ടോട്ടൽ ഫീസ് ആയി വന്നിരിക്കേണ്ടത്. ബാക്കിയുള്ളത് ഓൾറെഡി തന്നിരിക്കുന്ന ലിസ്റ്റിൽ ഉള്ളതുപോലെ ഏകദേശം നമുക്ക് ഫിൽ ചെയ്ത് നൽകാവുന്നതാണ്. അതായത് ടോട്ടൽ എമൗണ്ട് എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റിൽ തന്നിരിക്കുന്ന ആ ഒരു എമൗണ്ടുമായി കൃത്യമായി സാമ്യമുള്ളതായിരിക്കണം. പ്രൊഫഷണൽ കോഴ്സ് ആണ് പഠിക്കുന്നതെങ്കിൽ സെക്യൂരിറ്റി എമൗണ്ട് എത്രയാണെന്നുള്ളത് ഒന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. ശേഷം നെക്സ്റ്റ് വരുന്ന സെക്ഷനിൽ വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റുകളും അറ്റാച്ച് ചെയ്ത് നൽകുക. അറ്റാച്ച് ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റ്സും കൂടി 2 MB
ലിമിറ്റിനുള്ളിൽ നിൽക്കേണ്ടതാണ്. അതായത് ഓരോ ഫയലും അറ്റാച്ച് ചെയ്യുന്ന ഫയലുകൾ 200 KB-ക്കും 500 KB-ക്കും ഇടയിലായിരിക്കണം. ഇത്തരത്തിൽ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഫയലുകളും കൃത്യമായി അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. ഗ്രാൻഡ് ടോട്ടൽ അതായത് അറ്റാച്ച് ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റുകളും കൂടി 2 MB വരെ മാത്രമേ വരാൻ പാടുള്ളൂ. JPG ഫോർമാറ്റിലോ PDF ഫോർമാറ്റിലോ ആണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. +2 മാർക്ക് ഷീറ്റുകൾ അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇതിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. സർട്ടിഫിക്കറ്റിൽ ആപ്ലിക്കന്റിന്റെ ഫോട്ടോ ഓൾറെഡി അറ്റാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്ലിക്കന്റിന്റെ ഫോട്ടോഗ്രാഫോ പാരന്റിന്റെ ഫോട്ടോഗ്രാഫോ ഗാർഡിയന്റെ ഫോട്ടോഗ്രാഫോ നമുക്ക് ഇതിനോടകം തന്നെ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. കൃത്യമായ എല്ലാ ഡോക്യുമെന്റുകളും അറ്റാച്ച് ചെയ്തതിനു ശേഷം താഴെ നമുക്ക് സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ സേവ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് വരുന്ന മെസ്സേജ് സ്ക്രോൾ ചെയ്യുക. അതായത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് പേജ് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അതിനുശേഷം ഡിക്ലറേഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കൃത്യമായി സബ്മിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഉപരിപഠനത്തിനായുള്ള ഒരു ലോൺ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. നിങ്ങൾ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഒട്ടും സമയം കളയേണ്ട. ഈ ലോണിൽ നിന്ന് ലഭിക്കുന്ന പണം ഉപയോഗിച്ച് നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്താനും സാധിക്കട്ടെ. ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. Bosswala. Be the boss.